ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ പറ്റുന്ന ഒരു ഓട്സ് ദോശയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഓട്സ് കൊണ്ടാണെന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാവുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഒരു കറി ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഇനി കറി കൂട്ടി കഴിക്കണമെങ്കിലും കഴിക്കാം. അപ്പം ഈ ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓട്സ് ദോശ റെഡിയാക്കാനായിട്ട് 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. ഇത് ആദ്യം ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം. ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അത്യാവശ്യം 2 മിനിറ്റ് നല്ലോണം അങ്ങ് വറുത്തെടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കുക. അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. റെഡിയാക്കിയിട്ടുള്ള ഓട്സിൻ്റെ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് നിറച്ചെടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ലെവലിൽ എടുത്താൽ മതി. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം, ഇടിയപ്പം അല്ലെങ്കിൽ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, വറുത്തിട്ടുള്ള പച്ചരിപ്പൊടി, അതാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് റവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വലിയുള്ളി ചെറുതായി മുറിച്ചത്, ഒരുപാട് വേണ്ട, അത്ര തന്നെ മതി. ഒരു ചെറിയ കഷ്ണം വലിയുള്ളി ഇതുപോലെ കൊത്തി എരിഞ്ഞെടുത്തത്. പിന്നെ ഒരു 1-2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തത്. പച്ചമുളക് ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് തന്നെ മതിയാവട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുളകിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള 2 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കുരുമുളക് ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3-3.25 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. അതായത് നമ്മൾ റവ ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല വെള്ളം പോലെ കലക്കി എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ലൂസിൽ വേണം കേട്ടോ. അതായത് നമ്മൾ നീർദോശയൊക്കെ ചുടുന്ന പോലെ ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചുട്ടെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ മിക്സാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് കട്ടൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു 3.5 കപ്പ് അല്ലെങ്കിൽ 3.25 കപ്പ് വെള്ളം ഒന്നിച്ച് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഒഴിച്ച് നോക്കുക. അപ്പോൾ ഒരു 3.25 കപ്പ് വെള്ളമൊക്കെ ആവുന്ന സമയത്ത് കറക്റ്റ് അളവ് തന്നെയായിരിക്കും. ഇപ്പോൾ നോക്കുമ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ്. കുറച്ചുകൂടെ ലൂസാക്കാം, എന്നാലും ഭയങ്കരമായിട്ട് വെള്ളം പോലെ ആവും വേണ്ട കേട്ടോ. ചട്ടിയിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടാക്കി അതിലൊരു ഇത്തിരി ഓയിൽ, എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ഒരു ഹോളായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ല ചട്ടി ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലെ കോരി ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു അളവ് കപ്പാണ് എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് ഒഴിക്കാനുള്ള എളുപ്പത്തിന്. എങ്ങനെയാണെങ്കിലും മതി. കല്ലിന് നല്ല ചൂടുണ്ടായിരിക്കും കേട്ടോ ദോശച്ചട്ടിക്ക്, എന്നാലാണ് ഇതുപോലെ ആയി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ക്രിസ്പി ആയി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് കുറച്ചൊരു ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആക്കി കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഓട്സ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമില്ല, ഇല്ലാതെയും ചൂടാ. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു സൈഡ് നല്ല ക്രിസ്പി ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടും കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ക്രിസ്പിയുള്ള ദോശ ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് ഈ ദോശേൻ്റെ ഒരു നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ക്രിസ്പി ആക്കി എടുക്കാം. 2 സൈഡും പാകത്തിന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഓരോ തവണ ദോശയ്ക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കണേ. കാരണം റവ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിൽ പോയി കിടക്കും. പിന്നെ ഭയങ്കര കട്ടി ഇൻ കേസ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കുക. അതായത് റവ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഒരിത്തിരി കട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് പാകത്തിന് ഇതുപോലെ ചുട്ടെടുക്കുക. ഈ ഒരു അളവിൽ നമുക്കൊരു 12 ദോശയാണ് ചുട്ടെടുക്കാനായിട്ട് പറ്റുക. ഈ ഒരു ഓട്സിൻ്റെ ദോശ ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ കുറച്ച് ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ തേങ്ങാ ചട്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് കറി ഉണ്ടാക്കിയിട്ടും കൂടെ കഴിക്കാം. അപ്പം ഈ ഒരു ഈസി ആയിട്ടുള്ള ഓട്സ് ദോശ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്